നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാജി വന്നേ. വേണോ ചന്തേ? വേണോന്ന് ഞാനാ പറയുന്നേ. നീ ഇങ്ങോട്ട് വന്നേ. ശാരദാമ്മ പേടിക്കണ്ട. കുടുംബശ്രീ ഹോട്ടല് വീണ്ടും തുറക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കാലു പിടിക്കാൻ വന്നതല്ല. ഞങ്ങള് രണ്ടാളുടെയും വീട്ടില് വേറെ വരുമാനമൊന്നുമില്ല. ചന്ദ്രേട്ടൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്നത് അങ്ങേർക്ക് കുടിക്കാൻ തന്നെ തികയില്ല. പക്ഷേ ജനിച്ചു പോയല്ലേ ശാരദാമ്മേ, ജീവിക്കാതിരിക്കാൻ പറ്റുമോ? തൊഴിലുറപ്പിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒഴിവ് വരുമ്പോ അവര് വിളിക്കും. ഉയിര് കിടക്കാൻ അതൊക്കെ മതി. ഞങ്ങൾ വന്നത് ഒരു കണക്ക് തീർക്കാൻ വേണ്ടിയാ. രാജി, അതിങ്ങടുത്ത്. ഇത് വാങ്ങിക്കണം. വാങ്ങിക്കണം ശാരദാമ്മേ. കുടുംബശ്രീ പണപ്പെട്ടിന്ന് ശാരദാമ്മ തന്നെ എണ്ണ നോക്കാതെ ഞങ്ങക്ക് വാരിയെടുത്ത് തന്നതാ. ഞങ്ങളും എന്നെ നോക്കിയിട്ടില്ല, അതേപടി തിരിച്ചു തരുക. ഇത് റോഡിൽ എറിഞ്ഞിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിൽ നിന്നൊരു നോട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു കവർ പാല് വാങ്ങിച്ച് എന്റെ കുഞ്ഞിന് രാവിലെ തിളപ്പിച്ച് കൊടുത്തേനെ ഞാൻ. ഒഴിഞ്ഞ വയറുമായിട്ടാ അവ സ്കൂളിലേക്ക് പോയതെങ്കിലും ഇതില് തൊടാത്തതില് എനിക്ക് അഭിമാനമുണ്ട്. പട്ടിണി കിടന്ന് ചത്താലും ഇതിൽ നിന്ന് 1 രൂപ ഞങ്ങക്ക് വേണ്ട ശാരദാമ്മേ. ഇതാ വാങ്ങിച്ചോ. ഇതിവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് തന്ന പണം മുഴുവനും ഇതാ അവിടെയുണ്ട്, 1 രൂപ കുറയാതെ. കുടുംബശ്രീയിലെ ഞങ്ങളുടെ ഇത്രയും കാലത്തെ അധ്വാനത്തിനുള്ള വില ശാരദാമ്മയുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ടാ ഞങ്ങൾ ഇത്രയും കാലം സ്വയം പരിഗണിച്ചിരുന്നത്. അവിടുത്തെ സന്തോഷവും സങ്കടവും സ്നേഹവും എല്ലാം പങ്കുവച്ചിരുന്നവര്. സ്വന്തം മക്കൾ തന്നെ ഞങ്ങളെന്ന് ശാരദാമ്മ പറയുമ്പോ പലപ്പോഴും ഒരു അഹങ്കാരം തോന്നിയിട്ടുണ്ട്. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് ഞങ്ങളെ വെറും കൂലിപ്പണിക്കാരാക്കി കളഞ്ഞല്ലോ ശാരദാമ്മേ. ദൈവങ്ങൾക്ക് മുന്നില ആ പണം ഇരിക്കുന്നത്. അതൊക്കെ ശരിയായിരുന്നോന്ന് ശാരദാമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വാ രാജി. പോട്ടെ ശാരദാമ്മേ. രാജി വരുന്നുണ്ടോ? വരാനാ പറഞ്ഞേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.